ഹായ്. ഐ ഡോണ്ട് തിങ്ക് ഐ എം ഡൂയിങ് സോ ഗുഡ്. നിങ്ങളോട് എല്ലാവരോടും ഞാൻ റീസ്റ്റാർട്ട് ചെയ്യണം, പഠിക്കണം, ബ്രേക്ക് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഐ ഡോണ്ട് തിങ്ക് ഐ ആം ഏബിൾ ടു ഡു ദാറ്റ്. കുറച്ച് ദിവസമായിട്ട് ഐ എം ട്രൈങ് ടു സ്റ്റഡി ബട്ട് ഇറ്റ്സ് നോട്ട് വർക്കിംഗ് ഔട്ട്. കംപ്ലീറ്റ്ലി നിർത്തിയാലോ എന്ന് ഒരു ആലോചനയുണ്ട്. പക്ഷേ ഹൗ ക്യാൻ വി ഡു ദാറ്റ്? 2 ദിവസം മുന്നേ വീട്ടിൽ നിന്ന് അച്ഛൻ വിളിച്ചു. പറഞ്ഞു, മോനെ ഈയിടെ UPSC നമുക്ക് നിർത്തിയിട്ട് വേറെ എക്സാംസ് ഒക്കെ നോക്കി തുടങ്ങിയാലോ? ഞാൻ പറഞ്ഞു ഷുവർ, വൈ നോട്ട്. പക്ഷേ ഞാനൊരു UPSC ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ചാണെങ്കിലും വീട്ടിൽ നിന്ന് അങ്ങനെ വിളിച്ച് പറയുമ്പോഴേ നമുക്കും തോന്നൂലേ, പക്ഷെ എന്നാലും വീട്ടുകാർക്കും അങ്ങനെ തോന്നിയല്ലോ. ഞാനിവിടെ ആദ്യം വന്നപ്പോഴേ എനിക്ക് 21 വയസ്സാ. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവന് 23. ഞാൻ ആലോചിക്കുമായിരുന്നു, എടാ നീ കുറച്ച് വയസ്സായല്ലോ, എന്താ ഇതുവരെ ഒന്നും ആവാത്തെ, നീ എന്താ അവന് ജോലിയൊന്നും കിട്ടാത്ത, വേറെ ഒന്നും നോക്കാത്തോണ്ടാണ്. ആൻഡ് ഇപ്പൊ എനിക്ക് 23, അവന് 25 ആണ്. ബോത്ത് ഓഫ് us ആർ അൺഎംപ്ലോയിഡ്. പക്ഷെ ഐ തിങ്ക് ഇപ്പോ ഐ ക്യാൻ ലിറ്റിൽ മോർ അണ്ടർസ്റ്റാൻഡ് ആൻഡ് റിലേറ്റ്. ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉണ്ടായിരുന്നു കോളേജിൽ. ആൻഡ് അപ്പോൾ എനിക്ക് തോന്നി ഇറ്റ്സ് ചെറിയ ജോലിയാണല്ലോ, ആൻഡ് നമ്മുടെ ഡ്രീം കുറച്ചും കൂടി വലുതാണല്ലോ, സോ അതിലേക്ക് ഇപ്പൊ തലവെച്ച് കൊടുക്കണ്ട. അങ്ങനെ അതിന് പോയില്ല. പോയാ കിട്ടുമോന്ന് അറിഞ്ഞൂടാ. സംടൈംസ്, മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഐ കുറച്ചും കൂടി ഓവർ വാല്യൂ മൈ സ്കിൽസ് ആൻഡ് മൈ കമ്മ്യൂണിക്കേഷൻ സ്റ്റഫ് അങ്ങനെയൊക്കെ. പക്ഷെ അറ്റ് അതർ ടൈംസ് ഐ ഫീൽ ലൈക്ക് നമ്മളെക്കാളും എത്രയോ കഴിവുള്ള ആളുകളില്ലേ, അപ്പോൾ പോയിട്ടും കിട്ടാറില്ലല്ലോ, കിട്ടൂലല്ലോ. ആക്ച്വലി ഇതുപോലെ എനിക്ക് ഫോട്ടോസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷന്, എൻ്റെ നാട് കണ്ണൂരും വീട് ചെറുകുന്ന് പഴയങ്ങാടി അവിടെയാ. എൻ്റെ ഒരു ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. എൻ്റെ കോളേജ് കോഴിക്കോടാ. കോഴിക്കോട് നിൽക്കുമ്പം കോമ്പറ്റീഷൻ വന്നു, നാട്ടിൽ പോയിട്ട് അറ്റൻഡ് ചെയ്യണം. ഞാൻ അങ്ങനെ കോളേജിൽ നിന്ന് ലീവ് എടുത്ത് എഴുതി കൊടുത്ത് നാട്ടിൽ പോയി. എന്നിട്ട് ചെറുകുന്ന് പയ്യന്നൂരോ കുറച്ചും കൂടി അങ്ങോട്ടാ, ഏതോ ഒരു കോളേജിലാണ്, അവിടെ പോയി ഫുൾ ഡേ അറ്റൻഡ് ചെയ്തു, ഫോട്ടോ എടുത്തു. ആൻഡ് ഐ വാസ് വെയിറ്റിംഗ്. എന്തോ ഒരു നാഷണൽ ഡെവലപ്മെന്റ് എന്തായിരുന്നു തീം. ആൻഡ് എൻറ്റയർ ഡേ ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് ആക്കിയിട്ട് ലാസ്റ്റ് ഇവർ ഇത് അനൗൺസ് ചെയ്യുമ്പോൾ ഐ ഡിഡ് നോട്ട് ഗെറ്റ് ഇറ്റ്. സംഭവം ഇപ്പം എനിക്ക് സ്കിൽ ഇല്ലാത്തതുകൊണ്ടാണോ അതോ ബാക്കിയുള്ളവർ ഐഫോൺ യൂസേഴ്സ് ആയതുകൊണ്ടാണോ എന്താ ഏതാന്ന് ആലോചിച്ചിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ദൂരം വന്ന് ഇത്രയൊക്കെ ആക്കിയിട്ട് വരുമ്പോഴും ഇതാക്കുമ്പോഴും ഒക്കെ ഉള്ളുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഇറ്റ് വുഡ് ബി ഫൺ. അല്ലെങ്കിൽ ഓക്കെ കിട്ടിയില്ലെങ്കിലും കുറച്ച് ആൾക്കാർ മീറ്റ് ചെയ്യാലോ, ഫോട്ടോ ഒക്കെ എടുക്കാലോ. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് ഫെൽറ്റ് ലൈക്ക് യൂസ്ലെസ്. ആരെയും പരിചയപ്പെടാനും പറ്റിയില്ല, ഇത്ര ദൂരം വന്നു. ആൻഡ് ഇനിയിപ്പോൾ തിരിച്ചും പോകണം, ഐ എം ടയേർഡ്. പുറത്തൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുത്തു. ആൻഡ് എല്ലാം കൂടി കഴിഞ്ഞ് നോക്കുമ്പോൾ മൈ ഫോട്ടോസ് ഓൾസോ ലുക്ക് വെരി ബാഡ്. എൻ്റെ ആ ഒരു നാച്ചുറൽ ബൊക്കെയോ അല്ലെങ്കിൽ ഇതോ ഒന്നുമില്ല. സോ ദാറ്റ്സ് ഹൗ ഐ എം ഫീലിംഗ് റൈറ്റ് നൗ. ദാറ്റ് ഞാൻ എൻ്റെ സ്കിൽസൊക്കെ ഓവർ വാല്യൂ ചെയ്ത് പോയോ. ആൻഡ് ഇതുപോലെ ഐ ഡു വീഡിയോ എഡിറ്റിംഗ്. എൻ്റെ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടല്ലോ, ഇതിനേക്കാൾ കുറച്ചും കൂടി ചെയ്യും ഇഫ് ഒരു ഇത് കിട്ടുകയാണെങ്കിൽ. പക്ഷെ കുറച്ച് ദിവസം മുന്നേ വരെ ഐ വാസ് തിങ്കിങ് ഇനി വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ജോബിന് കയറിയാലോ. പക്ഷെ നൗ ഐ എം തിങ്കിങ് ഇപ്പം ഇത്രത്തോളം വീഡിയോ എഡിറ്റേഴ്സും ആൾക്കാരും പുറത്തുണ്ട് ആൻഡ് ദേ ഹാവ് വെരി ഗുഡ് സ്കിൽ. അപ്പം ഇതിൻ്റെ ഇടയിലേക്ക് ഇനിയിപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ രണ്ടാമത് പഠിക്കാതെ ഒന്നും അറിയാതെ ഐ മൈറ്റ് നോട്ട് ഈവൻ മേക്ക് ഇറ്റ്. ജസ്റ്റ് ദാറ്റ് കോൺഫിഡൻസിൻ്റെ കുറവ്. പക്ഷെ ഓവറോൾ ദ പോയിന്റ് ഈസ് പഠിത്തം. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. ഞാൻ ആക്ച്വലി ഇതിൻ്റെ കമൻറ്റ്സ് ഓഫ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഇത്രവരെ കണ്ടാൽ മാത്രമേ നിങ്ങൾ അറിയൂ കമൻറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ this is a vlog. God knows what I'm saying. But yeah, these are my thoughts right now. Take care. Bye.